ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് പാറങ്കോട് മിഡിൽ വാലിയിലെ മദ്രസിൻ്റെ അടുത്താണ്. ആ ഗ്രൗണ്ടിൻ്റെ മദ്രസിൻ്റെ ഇവിടെയൊക്കെ ഇതായിട്ട് വരുന്നൊരു റോഡുണ്ട് അവിടെ. ആ റോഡിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ റോഡ് ഇപ്പോൾ ഒരു 4 മാസം കൊണ്ട് റെഡിയാക്കുമെന്നും പറഞ്ഞിട്ടാണ് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ പകുതിയാക്കിയാണ്ട് ഇട്ട് വെച്ചാണ്ട് പോയത്. ഇപ്പോൾ ഒരു 3 മാസം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വരുമോ നന്നാക്കുമോ എന്നുള്ളതൊന്നും ഇപ്പോൾ നമുക്ക് ഇനി അറിയില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ നന്നാക്കാമെന്നുള്ളത് ഇതിനെപ്പറ്റി നമുക്കൊന്ന് അറിഞ്ഞാൽ തിരക്കിടില്ലായിരുന്നു. ആർക്കെങ്കിലും ഇനി അറിയുന്നുണ്ടെങ്കിൽ അറിയണ ഇതിൽ കമൻറ്റിൽ രേഖപ്പെടുത്തും. ഓക്കെ. അപ്പോൾ ഇത് നന്നാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ആ ഓട്ടോറിക്ഷക്കാരന് വരെ പോരാൻ മടിയാണ്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ഈ റോഡിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ നമുക്കിതിനൊരു മാറ്റം വരണം. എത്രയും പെട്ടെന്ന് ആ മാറ്റം വരുന്നത് എത്രയും പെട്ടെന്നായാൽ ഈ നാട്ടിലുള്ള ആളുകൾക്ക് വളരെയധികം ഉപകാരമാവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മദ്രസ്. പാറങ്കോട് മദ്രസ് എന്ന് പറഞ്ഞ ഒരു മദ്രസ് ഇതാണ്. പിന്നെ കുട്ടികളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടാണിത്. ഇത് രണ്ടും ഏകദേശം ഒരേ സിറ്റുവേഷനിലാണ്, അടുത്തടുത്താണുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി എന്താ വെച്ചാൽ അഭിപ്രായം കമൻറ്റിൽ വന്നോട്ടെ കേട്ടോ. നമുക്ക് ഈ റോഡ് നമ്മളെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് എത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞ് പൂർത്തിയാണെന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. ഇപ്പോൾ ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ടാകുമ്പോൾ ഈ റോഡ് ഇങ്ങനെ കിടക്കണേ. കോറി വേസ്റ്റൊക്കെ നിരത്തിയിട്ട് അതിൻ്റെ മേലെ വേറെ മെറ്റൽ നിരത്തി ഇതിങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട്, നാഥനില്ലാത്ത കോലത്തിൽ. ഇതെന്താ ഇങ്ങനെ ഇവിടെ കിടക്കണം എന്നുള്ളത് എനിക്ക് അറിയില്ല. നമുക്ക് ഇനി അറിയണവരോട് ചോദിച്ചു നോക്കാം കേട്ടോ. ഈ ഗ്രാമത്തിന് ഈ ഗ്രാമത്തിൽ നിന്നാണ് പിന്നെ വഴികളൊന്നുമില്ലാതെ തോട്ടുമുക്കം ഭാഗങ്ങൾക്ക് മലക്ക് ജോലിക്ക് പോയി അല്ലേ? ഇവിടുന്ന് അല്ലേനോ? അവിടുന്ന് അരീക്കോട് പാലല്ല, അങ്ങനെ തോണി കടന്നാട്ടാണ് ജോലിക്ക് പോയത്. അവിടെ നിന്ന് എന്താണ് അവിടുത്തെ സ്ഥിതിഗതി? തോട്ടുമുക്കം ഭാഗങ്ങളൊക്കെ ഇന്ന് എന്താണ്? സ്കൂളുകളും മദ്രസയും സ്കൂളും ഓഫീസും അവിടെ എന്തേലും സ്ഥിതി? അവിടെ നിന്ന് ജോലിക്ക് പോയ ഏരിയയാണിത്. അത്രയും പയക്കേണ്ടത്. അവിടെ അവർ വന്ന് പിന്നെ കോട്ടയം ഭാഗത്തുനിന്ന് വന്നപ്പോൾ അവിടെ വെട്ടിപ്പിടിച്ച് അവിടെ താമസം തുടങ്ങാം ജോലിക്ക് പോയ ആളുകളുടെ ഈ ഗ്രാമമാണിത്. ഈ ഗ്രാമം ഇന്ന് അവരെക്കാൾ എത്രയോ പിറകിലാണ് ഈ ഗ്രാമം ഇന്നത്തെ അവസ്ഥ. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഗ്രാമത്തേക്ക് ഗതാഗതം, റോഡ് മാർഗം, ഗതാഗതം, വിദ്യാഭ്യാസം ഇതൊന്നും നേടാനൊന്നും ബുദ്ധിമുട്ടുണ്ട്. പോകാൻ ഗതാഗതമില്ല, വാഹന സൗകര്യമില്ല.
ആളുകൾ ഇങ്ങോട്ട് പുതുതായിട്ട് വരുന്നില്ല. ഇവിടെയുള്ള ആളുകൾ ഇവിടെ തന്നെ ഇങ്ങനെ ഒതുങ്ങി കൂടുക, ഒന്നിനും പെടാതെ. ആ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡിന് മാത്രം ഒരു 40 കൊല്ലം പഴക്കണ്ടാവും. ആ റോഡിന് മാത്രം പഴക്കണ്ടാവും. 40 കൊല്ലത്തിന്റെ ശേഷം ഒരു റോഡ് ധാറ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പഞ്ചായത്ത് അരീക്കോട്, കാവനൂര്, കുഴിമണ്ണ, ഈ 3 പഞ്ചായത്തിന്റെയും ബോർഡർ 3 പഞ്ചായത്തിലെ ആളുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഇതൊരു പഞ്ചായത്ത് മാത്രം ശ്രമിക്കേണ്ട റോഡൊന്നുമല്ല. ഇത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതേമാതിരി തന്നെ MLA ഫണ്ട്, MP ഫണ്ട്, ഇതിനൊക്കെ ഈ 2-3 സ്ഥലം എല്ലാത്തിലും ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഒരു പഞ്ചായത്തിന് തന്നെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, MLA ഫണ്ട്, MP ഫണ്ട്, പ്രധാനമന്ത്രിയുടെ ഫണ്ട്, സഭയെന്നും എല്ലാത്തിനും ഇതിന് പാസ്സാക്കി ഈ ഗ്രാമത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്തുകൊണ്ട് സാധിക്കും? ചെയ്യുന്നില്ല. അത്ര അനാസ്ഥയാണ് ഈ ഗ്രാമത്തിനോട് കാണിക്കുന്നത്. ഈ ഗ്രാമത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് നമ്മൾ പറയാം. അപ്പം മൂപ്പര് പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? മൂപ്പര് പറഞ്ഞത് വളരെ കറക്റ്റാണോ എന്ന്? അതിന് മൂപ്പര് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പോൾ മൂപ്പര് പറഞ്ഞത് പിന്നെ പയ്യൻ പറഞ്ഞതിന് ഒരു മാറ്റമൊന്നുമില്ല, എനിക്കതിൽ വേറൊന്നും പറയാനൊന്നുമില്ല, പറഞ്ഞത് വളരെ ക്ലിയർ ആണെന്ന് കേട്ടോ മൂപ്പര് പറഞ്ഞത്. പിന്നെ ഇപ്പം ഞാൻ വേറെ ഒന്നുകൂടി എനിക്ക് കാണിച്ചു തരാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ട്രാൻസ്ഫോമറിന് ഒരു ചുറ്റുവേലി കെട്ടൽ നിർബന്ധമാണ്. ഇതിപ്പോൾ ഇങ്ങനെ കാലിയാക്കിയാണ്ട് ഇങ്ങനെ അവിടെ ഇട്ട് വെച്ചേക്കാണ്. ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു കേസാണ്. ഒരു ചുറ്റുവേലില്ലാതെ ഇങ്ങനെ കുട്ടികളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ ഇതിങ്ങനെ ഇട്ട് വെക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത്. ഇത് എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോട് പറയും? ആരെ നമ്മളിതിന് പറയാം? ഓക്കെ, ഇതിന് ചുറ്റുവേലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു ട്രാൻസ്ഫോമറാണ്. ആ കുട്ടി വരുന്നത് ഇപ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് കൂടെയാണ് ഇപ്പോൾ ആ കുട്ടി വന്നു കൊടുക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന്നൊക്കെ ഒരു മാറ്റം വരാനായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിതിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ ബാക്കിയുള്ളവർ ചെയ്തു കൊടുക്കുക. ഓക്കെ, എനിക്ക് എത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ ചുറ്റുവേലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നിർബന്ധമാണ്, കൂടാതെ കഴിയാത്തൊരു സംഗതിയാണിത്. കാരണം ഏതൊരു കുട്ടിയാണെങ്കിലും ചെറിയ കുട്ടികളെ നമ്മൾ തടുത്താൽ നിന്നോളന്നില്ല. കുട്ടികളെ ഇറങ്ങി പോകുന്ന നമ്മൾ കണ്ടുകൊള്ളൊന്നുമില്ല. സ്കൂൾക്കൊക്കെ വരുന്ന ടൈമായാലും സ്കൂൾ വിട്ട് പോകുന്ന ടൈമായാലും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായാലും ഒക്കെ ഡേഞ്ചറായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇതെല്ലാവരും കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ.